പ്രിയമുള്ള കൈത്താക്കാലം 5-ാം ഞായറാഴ്ച വിശുദ്ധ ഗ്രന്ഥ ചിന്തയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ദിനം വിശുദ്ധമാണ്, പ്രത്യേകിച്ച് ഭാരതത്തിലെ ക്രൈസ്തവർക്ക്. ഇത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപിതയായ ദിനം ആഘോഷിക്കുന്നു. അതോടൊപ്പം ഭാരതരാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ദിനവും ആഘോഷിക്കുന്നു. രണ്ട് സ്വാതന്ത്ര്യങ്ങളും തുലനം ചെയ്യപ്പെടാൻ പറ്റാത്തതാണ്. ഒന്ന് ഭൗതിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നെങ്കിൽ പരിശുദ്ധ അമ്മ ഈ ലോകവാസത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ സൂചന നൽകുന്നു. ഭാരതത്തിന് പ്രത്യേകമായി ഈ ദിനത്തിന് പ്രത്യേകതയുണ്ട്. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി കാലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കണം എന്ന് റോമിലെ ചക്രവർത്തി നിശ്ചയിച്ചതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും ഒന്നിച്ചു നടന്നു. അത് വിശ്വാസ സത്യമായിട്ട് 12-ാം പിയൂസ് പാപ്പയാണ് ലോകത്തിന് മുഴുവനും മാതാവിൻ്റെ സ്വർഗാരോപണ രഹസ്യം ആ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. പരിശുദ്ധ അമ്മ ആദ്യം മുതലേ ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. ജീവിതത്തിലുടനീളം അത് പാലിച്ചു. രക്ഷകന് ഇടം നൽകി, രക്ഷകന്റെ പുറകെ നടന്നു, രക്ഷകനെ പാർത്തു, രക്ഷകനെ കേട്ടു, രക്ഷകന്റെ കാലടികളെ ജീവിതത്തിന്റെ അവസാനം വരെ പിന്തുടർന്നു. രക്ഷകന്റെ അന്ത്യദിനത്തിലും അന്ത്യസമയത്തും അമ്മ അവിടെ കൂട്ടിനുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ രക്തം വിയർത്ത് കുരിശിൽ മരിക്കുമ്പോഴും അമ്മ അതിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അതിനെല്ലാം സാക്ഷി നൽകി. ഈശോയുടെ പരസ്യ ജീവിതകാലത്തും പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ തനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ചു. ഏത് ക്രൈസ്തവനും നൽകുന്ന സന്മാതൃകയുടെ ഉദാത്ത മകുടമാണ് പരിശുദ്ധ അമ്മയുടെ പ്രവർത്തന ശൈലി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥവും അതിൻ്റെ ആഖ്യാനവും നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ എല്ലാം ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് ആഹരിച്ചുകൊണ്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാതൃക ഈ ദിനത്തിൽ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. പ്രത്യേകിച്ച് ഭാരതാംബിക 68-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഭാരതത്തിൻ്റെ സംഘർഷ നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ, ഭാരതത്തിൻ്റെ പാർലമെന്റ് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ നമുക്കുടെ ഭരണാധികാരികൾ അക്രമവാസനയോട് പെരുമാറുമ്പോൾ, നമ്മുടെ വിശ്വാസ സത്യങ്ങളെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളുണ്ടാകുമ്പോൾ, നമ്മുടെ ധാർമ്മികതയെ പോലും ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങളുണ്ടാകുമ്പോൾ, ഭാരതത്തിലെ ക്രൈസ്തവര് വിശ്വാസ സത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങളുണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് നമുക്ക് ഈ രാജ്യത്തെ മുഴുവനും സമർപ്പിക്കാം. ഇവിടുത്തെ പാവങ്ങളെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാം. കാരണം പരിശുദ്ധ അമ്മ ഈ രാഷ്ട്രത്തിന് മുഴുവനും അമ്മയായിട്ട് നമുക്ക് ഹൃദയത്തിൽ നമ്മൾ താലോലിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇവരെ അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മ ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കും, അഭിവൃദ്ധിയിലേക്ക് നയിക്കും. ഈശോയുടെ വിശ്വാസ രഹസ്യങ്ങൾ, ഈശോയുടെ സുവിശേഷത്തിലൂടെ വ്യക്തമാകുന്ന വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് കടപ്പാടുള്ളവരാണ് നമ്മളെല്ലാവരും, എല്ലാ ക്രൈസ്തവരും. ഒരു നിമിഷം എങ്ങനെ ഈ സ്വർഗാരോപണ ദിവസം ക്രൈസ്തവരുടെ ജീവിതത്തിലെ ആഘോഷമായി മാറി എന്ന് ചിന്തിക്കാം. കിഴക്കൻ സഭകളിൽ ആദ്യമായി ഈ തിരുനാള് ആഘോഷിക്കപ്പെട്ടു തുടങ്ങി. പൗരസ്ത്യ ക്രിസ്ത്യാനികൾ മാതാവിൻ്റെ ഉറക്കമായും മാതാവ് ഉയർത്തപ്പെട്ടവളായും എടുക്കപ്പെട്ടവളായും ആഘോഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 6-ാം നൂറ്റാണ്ടായപ്പോൾ റോമൻ ചക്രവർത്തി നിശ്ചയിച്ചു ഇത്
പൗരസ്ത്യ സഭയില് എല്ലാ സഭകളിലും ഒരു വിശ്വാസ സത്യം എന്നതിനേക്കാൾ കൂടുതലായി ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട കാര്യം ആഘോഷിക്കണമെന്ന്. അത് ഒരു ചക്രവർത്തിയിലൂടെ നിവർത്തിതമായി. എന്നാൽ 12-ാം പിയൂസ് ഇത് വിശ്വാസത്യമായി പ്രഖ്യാപിച്ചത് മനുഷ്യരിലെ ഉണ്ടായിരുന്ന വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം മാത്രമാണ്. ഈ വിശ്വാസ രഹസ്യത്തിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക പ്രതീക്ഷയുടെ മാതൃകയാണ്. ഓരോ ക്രൈസ്തവനും തൻ്റെ ജീവിതത്തിന്റെ അന്ത്യത്തില് സ്വർഗരാജ്യം കരഗതമാകും എന്ന് പരിശുദ്ധ അമ്മ മുമ്പോട്ട് നടന്നുകൊണ്ട് നമ്മളെ കാണിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നു എളിമയുടെ പാഠം. എളിയവനെ ഉയർത്തുന്ന തമ്പുരാനിലെ മുഴുവനും ശരണം ശ്രമിക്കുന്ന ആ അമ്മയുടെ പാഠം നമ്മുടെ മനസ്സിലെ ഹൃദയത്തില് താലോലിക്കാം. പരിശുദ്ധ അമ്മയുടെ ഓരോ ജപമാലയുടെ ഓരോ രഹസ്യങ്ങള് നമ്മൾ ആഘോഷിക്കുമ്പോഴും പരിശുദ്ധ അമ്മ എങ്ങനെ ദൈവിക പദ്ധതിയുമായിട്ട് അലിഞ്ഞു ചേർന്നു, അതുകൊണ്ട് മണ്ണിൽ അലിഞ്ഞു ചേരാതെ ദൈവത്തെ മുഴുവനായി ഉൾക്കൊണ്ട, ആത്മാവിലും ശരീരത്തിലും ഉൾക്കൊണ്ട പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദിനമാണ് സ്വർഗാരോപണ ദിനം. ഇത് ഈശോ സ്വർഗാരോഹിതനായി, മാതാവ് സ്വർഗാരോപിതയായി. കാരണം പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. തന്നെ എടുത്തത് ദൈവമാണ് എടുത്തത്. ദൈവമാണ് അവളെ തെരഞ്ഞെടുത്തത്. ഇസ്രായേലിലെ എല്ലാ ബാലികമാർക്കും അറിയാമായിരുന്നു രക്ഷകൻ വരാൻ പോകുന്നത് ഒരു കന്യകയിലൂടെ രക്ഷ സമ്പാദിക്കും, രക്ഷ വരും, അത് താനാണ് എന്ന് നിശ്ചയിക്കപ്പെട്ട നിമിഷത്തില് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ ഏറ്റുപറഞ്ഞു. അത് ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിച്ചു കാണിച്ചു. ഈശോ തൻ്റെ പീഡാനുഭവവും മരണവും കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നടന്നു പോകേണ്ടത് എന്നറിയാൻ പാടില്ലാതിരുന്ന ശിഷ്യന്മാരെ മുഴുവനും ഒന്നിച്ചു ചേർത്ത് ആ അമ്മ അവിടെ ഇരുന്ന് അവർക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ആദിലത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്, സഭയുടെ ജന്മം കൊള്ളുന്നതും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് സഭ ജനിക്കുകയാണ്. അതുകൊണ്ട് സഭയുടെ ജനനത്തിലും ഈശോയുടെ പ്രവർത്തനത്തിലും പരിശുദ്ധ അമ്മ കൂട്ടാളിയായിരുന്നു. ആ അമ്മയെ സ്വർഗത്തിലല്ലാതെ, ഈശോയുടെ ഇടത്തിലല്ലാതെ വേറെ ഏതിടമാണ് അവൾക്ക് അർഹതപ്പെട്ടത്. അതുകൊണ്ട് മനോഹരമായി തൻ്റെ ധാർമ്മികത, താൻ ഏറ്റെടുത്ത ക്രൈസ്തവ ധർമ്മം നിർവഹിച്ച പരിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ ഭാരതത്തെയും ഭാരതത്തിലെ ദുഃഖദുരിതങ്ങളെയും സ്വാതന്ത്ര്യത്തിന്റെ മുഴുവൻ അംശങ്ങളും ഇതുവരെ പ്രാപിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ജനകോടികളിലേക്കും എത്തണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ രാജ്യം പല പല സംഘടനകളിലൂടെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെയും അടിമത്തത്തിന്റെയും സ്വാതന്ത്ര്യത്തിനെതിരായ നിമിഷങ്ങൾ പല വിധത്തിൽ കടന്നു വരുന്നുണ്ട്. രാഷ്ട്രപതിയും അബ്ദുൽ കലാമും എല്ലാം കാണിച്ചു തന്നത് സ്വർഗത്തിലേക്ക് ചിറകുകൾ പറന്ന് സ്വപ്നം കാണുവാനായിട്ട് പഠിപ്പിച്ച അബ്ദുൽ കലാമിന്റെ മാതൃകയില്, പരിശുദ്ധ അമ്മയുടെ മാതൃകയില് സ്വർഗത്തിലേക്ക് പറന്ന ചിറകുകളുമായി, വിങ്സ് ഓഫ് ഫയർ, ആ സ്വർഗ ചിറകുകളുമായിട്ട് പറന്നുയരാം. പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാരതാംബികയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വ്യക്തി ജീവിതത്തില് പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന വിനയത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, സമർപ്പണത്തിന്റെ, സഹനത്തിന്റെ മാതൃക എന്നും നമുക്ക് ആവേശമായി നിൽക്കണം. അതുപോലെ തന്നെ ഭാരതത്തിലെ ഓരോ ക്രൈസ്തവനും പട്ടിണിയിൽ നിന്ന് മാറണമെങ്കിൽ, കുടിലില്ലാത്തവന് കുടില് കിട്ടണമെങ്കിൽ, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കിട്ടണമെങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെ ഹരിശ്രീ കുറിച്ചിട്ടില്ലാത്തവന് ഹരിശ്രീ കുടിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പാദത്തില് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കും സമർപ്പണത്തിന്റെ ശൈലിയിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് രംഗത്തായാലും, ജീവിതത്തിന്റെ ഏത് രംഗത്തായാലും കലപ്പയിൽ കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ഈശോയെ തൻ്റെ ഉദാത്ത മാതൃകയായ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും, അതുപോലെ തന്നെ ഈശോയെ ഹൃദയത്തിൽ താലോലിക്കുവാനും, ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും,
ഈ രാഷ്ട്രത്തിന് വേണ്ടി തമ്മെ തന്നെ യോഗ്യതയുള്ള സമർപ്പണത്തിന്റെ വ്യക്തികളാക്കി മാറ്റാനും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു. ഈ ജപം ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈ രാഷ്ട്രത്തെ അനുഗ്രഹിക്കട്ടെ. അമ്മയെ സ്വർഗാരോപിതയാക്കിയ ആ മാതൃക നമുക്കും ആവേശം നൽകട്ടെ. പ്രതീക്ഷയുടെ ദിനമാണ്, സ്വാതന്ത്ര്യത്തിന്റെ ദിനമാണ്. അത് എല്ലാ ക്രൈസ്തവരോടും ചേർന്നുകൊണ്ട്, ഭാരതത്തിലെ എല്ലാ വ്യക്തികളോടും ചേർന്നുകൊണ്ട് നമുക്ക് സംതൃപ്തിയോടുകൂടി സമർപ്പണത്തിന്റെ ശൈലി അമ്മയിൽ നിന്ന് പഠിച്ചുകൊണ്ട്, അമ്മയുടെ കാൽപാദങ്ങളിൽ അണഞ്ഞുകൊണ്ട്, അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയുടെ വിനയം പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. സ്നേഹത്തിന്റെ ശൈലി നമുക്ക് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഉള്ളൊരു ജീവിതമായിരിക്കും ക്രൈസ്തവനുള്ളത് എന്ന് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ ഉടനീളം കാണിച്ചു തന്നു. അത് നമുക്ക് മാതൃകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കേ സ്വർഗം കിട്ടുകയുള്ളൂ. കാരണം എല്ലാ മനുഷ്യന്റെയും ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം പ്രാപിക്കുകയാണ്. സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള പ്രയാണമാണ് അവന്റെ ജീവിതം മുഴുവനും. അത് പരിശുദ്ധ അമ്മ മനോഹരമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മ തന്റെ സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് എളിയവളെ ഉയർത്തി എന്ന് പറഞ്ഞതുപോലെ എളിയവനായി എന്നെയും ഉയർത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ കൈവിടില്ല. ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഭാരതാംബികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ലോകം മുഴുവനുമുള്ള ഭാരതീയര് ഈ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഭാരതത്തെ അഭിമാനത്തോടുകൂടി ചേർത്തുകൊണ്ട്, ആ സ്വാതന്ത്ര്യത്തിന്റെ നിമിഷങ്ങൾ ആഘോഷിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനവും അതുപോലെ തന്നെ സ്വർഗാരോപിതയായ അമ്മയുടെ ഈ വിശ്വാസ രഹസ്യവും ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് സമർപ്പിത ജീവിതം നയിക്കാം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.